ലോകത്തിൽ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഏറ്റവും മികച്ച കരിയറുകൾ ഏതൊക്കെയാണ്? അങ്ങനെ ഒരു 12 കരിയറുകളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കരിയർ ഡേറ്റാ സയൻസാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കോമൺ ആയിട്ട് ഡേറ്റാ സയൻസ് എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമ്മൾ പരസ്യം കാണുന്നുണ്ട്. ധാരാളം ബിടെക് വിത്ത് ഡേറ്റാ സയൻസ്, BCA വിത്ത് ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ പുതിയതായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ, യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകാനായിട്ട് നമുക്ക് ഒരു ബിടെക് തന്നെ വേണമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട. BCA കഴിഞ്ഞിട്ട്, BCA ഇപ്പോൾ 4 വർഷമാണ്, BCA കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് MS-ന് പോകാം, MCAക്ക് പോകാം, MSc ഡേറ്റാ സയൻസിന് പോകാം, MS ഡേറ്റാ സയൻസിന് പോകാം. ഇനി ഇതൊന്നുമില്ലെങ്കിലും ബിടെക്കും തുടർന്നുള്ള ഒരുപാട് അപ്സ്കില്ലിങ് ഒരുപാട് കോഴ്സുകളുണ്ട്. ബിടെക് പഠിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ BCA പഠിക്കുമ്പോൾ തന്നെ, BSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേർന്ന് കരസ്ഥമാക്കാൻ കഴിയുന്ന ധാരാളം ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഇതെല്ലാം തന്നെ ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റികളായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ ധാരാളം കോഴ്സുകളുണ്ട്. ഇതിൻ്റെ ഓൺലൈൻ സർട്ടിഫിക്കേഷനും കൂടെ കരസ്ഥമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വേഗം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത് നല്ലതാണ്, തീർച്ചയായിട്ടും ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ആവും. ഒരു സീനിയർ ഡേറ്റാ സയൻറ്റിസ്റ്റ് ആവാൻ ഒരുപാട് വർഷമൊന്നും വേണ്ട. 60 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ഓസ്ട്രേലിയ, USA തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിൻ്റെ ശമ്പളം. നമ്മളെ നാട്ടിലും ഒട്ടും മോശമല്ല. 20 ലക്ഷം മുതൽ മുകളിലോട്ടാണ് ഇതിൻ്റെ ആനുവൽ സാലറി. നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട മികച്ച ശമ്പളം കിട്ടുന്ന ഒരു കരിയർ ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്, CFA. നമ്മൾ കോമൺ ആയിട്ട് എത്രയോ കാലം കൊണ്ടത് കേൾക്കുന്നറിയാമോ? നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, CA, അതുപോലെ തന്നെ CMA, ACCA ഒക്കെ കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കേൾക്കാൻ സാധ്യതയുള്ള ഒരു രംഗമാണ് CFA, ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. പക്ഷേ ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആകുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിൻ്റെ കണക്കനുസരിച്ച് ഈ അടുത്ത കാലത്തും ഒരു 13,000 മുതൽ 15,000 പേര് വരെ ഓരോ വർഷവും പാസ്സായി ഇറങ്ങുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ മികച്ച കോർപ്പറേറ്റ്സിൽ, കമ്പനികളിൽ, ബാങ്കിൽ, ഇൻഷുറൻസ് കമ്പനിയിൽ എല്ലാം തന്നെ മികച്ച ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സർട്ടിഫിക്കേഷനുണ്ട്. ഈ സർട്ടിഫിക്കേഷന് ഏകദേശം 4,000 അവേഴ്സ് പ്രാക്ടീസ് ചെയ്യണം ആഫ്റ്റർ എനി ഗ്രാജുവേഷൻ. എന്തായാലും മാത്തമെറ്റിക്കൽ സ്കില്ല് വേണം, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കില്ല് വേണം, അതുപോലെ തന്നെ ഡേറ്റാ സയൻസ് സ്കില്ല് വേണം, തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ്. എന്തായാലും ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റിന് ഒരു ലൈസൻസ്ഡ് എക്സാമിനേഷൻ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റേർഡ് CFA ആകാം. തീർച്ചയായിട്ടും പ്ലേസ്മെൻറ്റ് കിട്ടും, ഇന്ത്യയിലും അതുപോലെ തന്നെ പുറത്തും. മിക്കവാറും മികച്ച ശമ്പളമാണ്. തുടക്കം തന്നെ നിങ്ങൾക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യയിലും, കൂടുതൽ ലക്ഷങ്ങൾ പുറം രാജ്യങ്ങളിലും ഉറപ്പായിട്ട് കിട്ടും. മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത്, എല്ലാവരും ചോദിക്കാറുണ്ട്, ഒരു CEO ആവാൻ എന്ത് ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് എ കമ്പനി. കമ്പനിയിൽ ഓണറല്ല, മാനേജറും അല്ല, പക്ഷേ കമ്പനിയുടെ എല്ലാ ഡേ ടു ഡേ അഫയേഴ്സും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഓഫീസറാണ് CEO. CEOയ്ക്ക് പ്രത്യേക ക്വാളിഫിക്കേഷൻ, പ്രത്യേക കോഴ്സുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രത്യേക കോഴ്സുകളൊന്നുമില്ല. ഒരു ഗ്രാജുവേഷൻ തീർച്ചയായിട്ടും ആവശ്യമാണ്. MBA നല്ലതാണ്, MTech നല്ലതാണ്, MCA നല്ലതാണ്, MSc കമ്പ്യൂട്ടർ സയൻസ് നല്ലതാണ്. ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ മതിയാകും. പക്ഷേ അവർക്ക് വേണ്ടത് അവർക്ക് ഒരു കമ്പനിയിൽ HR മാനേജ്മെൻറ്റ് നടത്തണം, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, സെയിൽസ്, കസ്റ്റമർ റിലേഷൻസ്, പുതിയ പ്രോഡക്ട്സ് നിങ്ങൾ രൂപകൽപ്പന ചെയ്യണം, അതിൻ്റെ സ്ട്രാറ്റജിക്കൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ, അവിടത്തുകാരെല്ലാം നടത്തിക്കൊണ്ട് പോകാനുള്ളൊരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റി, അതുപോലെ തന്നെ പ്രൊഫഷൻസി ഓഫ് ലാംഗ്വേജ്, തീർച്ചയായിട്ടും പിന്നീട് അതിൻ്റെ അനലിറ്റിക്കൽ സ്കില്ല് വേണം, ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. എങ്കിൽ മാത്രമേ ഒരു കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സ്
ഔട്ട്സ്റ്റാൻഡിങ് രീതിയിൽ ചെയ്തു പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇത് നിർവഹിക്കുന്ന മിടുക്കര നേരിട്ട് ചിലപ്പം CEO ആക്കിയില്ലെങ്കിൽ പോലും നിങ്ങളൊരു അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിൽ എത്തിയിട്ട് ചിലരൊക്കെ CEO ആക്കാറുണ്ട്. നിങ്ങളെ പോർട്ട്ഫോളിയോ, നിങ്ങളെ ക്വാളിഫിക്കേഷനും നിങ്ങളെ ഇൻറ്റേൺഷിപ്പും നിങ്ങളുടെ കമ്പനി എക്സ്പീരിയൻസും കഴിഞ്ഞിട്ട് നിങ്ങളെ പോർട്ട്ഫോളിയോ, നിങ്ങളെ CV സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമ്പനിയിൽ CEO ആകാമെന്ന് മാത്രമല്ല, CEOയ്ക്ക് നിങ്ങളെ കമ്പനിയുടെ അതിൻ്റെ ആസ്തി അനുസരിച്ച് മൾട്ടിനാഷണലൊക്കെ ലക്ഷങ്ങൾ സാലറി തീർച്ചയായിട്ടും കിട്ടും. അടുത്തത് കോർപ്പറേറ്റ് ലോയറാണ്. കോർപ്പറേറ്റ് ലോയർ എന്നുള്ള ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. വൻ കോർപ്പറേറ്റുകൾ സാധാരണ ലോ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്ലേസ്മെൻ്റ് നടത്തുന്നുണ്ട്. അത് ബിരുദം മതിയാകും, 5 ഇയർ LLB മതിയാകും. പക്ഷേ LLMൽ ഇൻ്റർനാഷണൽ ലോക്കാരെയൊക്കെ പ്രത്യേകം ചില കമ്പനികൾ, ചില വലിയ കോർപ്പറേറ്റ്സ് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ഈ UK യിലൊക്കെ പോയി നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും കൂടുതൽ പൈസയാവും. പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ LLM ഇൻ്റർനാഷണൽ ലോയും അതുപോലെ തന്നെ ബിസിനസ് ലോയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്ത് തീർച്ചയായിട്ടും ഒരു കോർപ്പറേറ്റ് ലോയർ ആവണമെങ്കിൽ മിക്കവാറും ഏതെങ്കിലും ലോ കോളേജിലെ ബിരുദം മതി എന്ന് പറയുമ്പോഴും ഏറ്റവും നല്ലത് മികച്ച ലോ യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ലോ യൂണിവേഴ്സിറ്റികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് ലോയർ ആകാനുള്ള ട്രെയിനിങ് കിട്ടും. അടുത്തത് ലക്ഷങ്ങൾ ശമ്പളം ഉറപ്പായിട്ടും കിട്ടുന്ന മികച്ച ഒരു കരിയർ എഞ്ചിനീയർ രംഗത്തെയാണ്. 2 കോഴ്സുകൾ ചേർത്തുകൊണ്ടാണ് ഈ കരിയർ ഞാൻ പറയുന്നത്. ഒന്ന് പെട്രോളിയം എഞ്ചിനീയറിങ് ആൻഡ് മൈനിങ് എഞ്ചിനീയറിങ്. രണ്ടും വ്യത്യസ്ത കോഴ്സുകളാണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ളത് മൈനിങ് എഞ്ചിനീയറിങ് പഠിപ്പിക്കുന്നതാണ്. പെട്രോളിയത്തിന് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് എന്നുള്ളൊരു യൂണിവേഴ്സിറ്റി തന്നെ ഡെറാഡൂണിലുണ്ട്. എങ്കിലും ധാരാളം NITയിലും മറ്റ് സ്ഥാപനങ്ങളിലും കൂടുതലും മൈനിങ് എഞ്ചിനീയറിംഗ് ആണ്. ഒരു കാര്യം പറയുക, മൈനിങ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ, പെട്രോളിയം മൈൻസിൽ, റിഫൈനറീസിൽ ഉറപ്പായിട്ട് ജോലി ചെയ്യാം. ഇനി പെട്രോളിയം എഞ്ചിനീയറിങ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാലും UG മാത്രം മതി. ഇനി PG ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ലോക പ്രശസ്ത മൈനുകളിൽ ധാരാളം വേക്കൻസീസ് ഉണ്ട്. ഇതിൽ ചില ഡെസ്റ്റിനേഷൻസ് കൂടി പറയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഒരു പക്ഷേ പെട്രോളിയത്തിലോട്ട് പോകാൻ കഴിഞ്ഞില്ല, മൈനിങ്ങിലോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോസ്റ്റ് ഗ്രാജുവേഷനിൽ മൈനിങ്ങോ പെട്രോളിയത്തിലോട്ടോ പോകാം. മെക്കാനിക്കലുകാർക്കും തീർച്ചയായിട്ടും മൈനിങ്ങിലോട്ടോ പെട്രോളിയം എഞ്ചിനീയറിംഗിലോട്ടോ പോകാം. ഓസ്ട്രേലിയയിൽ ഒരു സീനിയർ മൈനിങ് മൈനിങ് എഞ്ചിനീയറിൻ്റെ ശമ്പളം 60 ലക്ഷം മുതലാണ് ശമ്പളം. ആനുവൽ ശമ്പളമാണ്. സ്റ്റേറ്റ്സിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും ഇതേ ശമ്പളമുണ്ട്. അവിടെ മൈനുകൾക്ക് കുറവൊന്നുമില്ല. നമ്മൾ സാധാരണ കേൾക്കാത്ത 2 രാജ്യങ്ങൾ നോർവേയും സ്വീഡനുമാണ്. സാധാരണ അത്ഭുതപ്പെടും ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ എവിടെ നിന്നാണ് മൈൻസ് എന്ന്. തീർച്ചയായിട്ടും അവിടെ ധാരാളം മൈനുകളുണ്ട്. ലോകപ്രശസ്ത മൈൻ ഇൻഡസ്ട്രീസ് ഉണ്ട്. അവിടെയും ജോലി കിട്ടണം. ചിലപ്പോഴും അവിടുത്തെ ലാംഗ്വേജ് ചിലപ്പം ആവശ്യമായിട്ട് വരും. ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങളുടെ CV സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സ്ട്രോങ് ആണെങ്കിൽ മൈനിങ് ആൻഡ് പെട്രോളിയം എഞ്ചിനീയറിംഗിൽ സ്കാൻഡിനേവിയൻ രാജ്യമായ നോർവേയിലും സ്വീഡനിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യമായ സൗത്ത് ആഫ്രിക്ക, കോങ്കോ, താൻസാനിയ, ഗൾഫ് രാജ്യങ്ങളായ UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലും വളരെ റിച്ചാണ് മൈൻസ്, പെട്രോളിയം, റിഫൈനറീസ്. ഉറപ്പായിട്ടും ഈ 2 എഞ്ചിനീയറിംഗും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫാണ്. ലോക പ്രശസ്തമായ അതേസമയം ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു രംഗമാണ് എയർലൈൻ പൈലറ്റ്സ്. വിമാനത്തിൽ പൈലറ്റ് ആവുക എന്നുള്ളതാണ്. കൊമേഴ്സ്യൽ പൈലറ്റ് CPL ലൈസൻസ് കിട്ടണമെങ്കിൽ 200 മണിക്കൂർ വിമാനം പറത്തിപ്പടിക്കണം. അതിന് ഇന്ത്യയിൽ 50-ൽ പരം അക്കാഡമികളാണ് ലിസ്റ്റിലുള്ളതെങ്കിലും അത്രത്തോളം മികച്ച അക്കാഡമികൾ അത്രത്തോളം ഇല്ല. മികച്ച അക്കാഡമിയിൽ തന്നെ പോവുക. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാഡമിയാണ്, റായ്ബറേലിയിലുള്ള അക്കാഡമിയാണ്. അവർ BSc കോഴ്സാണ് ഇപ്പം കൊടുക്കുന്നത്. നേരത്തെ ഡിപ്ലോമ ആയിരുന്നു.
മാത്രമല്ല സാധാരണ നമ്മൾ പൈലറ്റ് പരിശീലനത്തിന് കുറച്ച് പൈസയാകും. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ പല സോളോ ക്രോസ് ഫ്ലൈയിങ് ഉണ്ട്, അതുപോലെ തന്നെ പൈലറ്റ് ഇൻ കമാൻഡ് ഫ്ലൈയിങ് ഉണ്ട്, പിന്നീട് രാത്രി വിമാനം പറത്തി പരിശീലിപ്പിക്കണം. ഇത് മുഴുവനും മികച്ച രീതിയിൽ ചെയ്യുന്ന അക്കാഡമിയാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാഡമി. ഇന്ത്യയിലും വിദേശത്തൊക്കെ ഉള്ള ധാരാളം അക്കാഡമിയിൽ പഠിക്കാം, പക്ഷേ നല്ല പൈസയാകും. അതുപോലെ തന്നെ ടൈപ്പ് റേറ്റിംഗ് എന്നുള്ള ഒരു എക്സാമും കൂടെ പാസ്സാവണം. വിവിധ തലത്തിലുള്ള വിവിധ ടൈപ്പിലെ ബോയിങ് വിമാനങ്ങൾ പറത്താനുള്ള പരിശീലനത്തിനെയാണ് ടൈപ്പ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ പൈലറ്റ് ആകാൻ ഇത്ര രൂപ എന്നൊക്കെ പറയുമ്പോൾ ടൈപ്പ് റേറ്റിങ്ങിൻ്റെ ഫീസ് പലപ്പോഴും പറയാറില്ല. ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഏകദേശം 25 ലക്ഷം വരെ ഫീസിന് പുറമെ ടൈപ്പ് റൈറ്റിങ്ങിനാവും. പക്ഷേ പൈലറ്റിൻ്റെ ശമ്പളം ഒരു മാസം 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് മികച്ച കമ്പനികളിൽ കൊടുക്കുന്നത്. ലോകത്തെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇനിയുള്ള ഒരു ജോലി ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മികച്ച ജോലിയാണ്, ഒരു ഗ്ലോബൽ കരിയറാണ്. ആക്ച്വറി എന്ന് പറയും. ആക്ച്വറി എന്ന് പറയുന്ന കരിയർ, ഒരു ആക്ച്വറി ആവുക എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് മാനേജർ എന്നുള്ളൊരു പോസ്റ്റാണ്. റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എടുക്കണ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ധാരാളം ഇൻഷുറൻസ് കമ്പനികൾ നമുക്കുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കമ്പനി മാത്രമല്ല, പ്രോപ്പർട്ടി ഇൻഷുറൻസ് കമ്പനി, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് കമ്പനി, നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്, പിന്നെ അങ്ങനെ ഹൗസ് ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ടല്ലോ, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ. ഇതിലെല്ലാം തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റ അനലൈസിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ എത്ര മാത്രം കമ്പനി ഒരു കക്ഷിക്ക് കൊടുക്കുന്നുള്ള പിന്നെ ഇൻഷുറൻസ് പിന്നീട് തുക എത്രയാണ്, ഇത് മുഴുവനും വിലയിരുത്തേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ആളാണ് ആക്ച്വറി. അപ്പോൾ ആക്ച്വറി ആവാനായിട്ട് ഒരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ ബോംബെ ആസ്ഥാനമാക്കിയ ഒരു ഒരു സ്ഥാപനം നടത്തുന്ന ഒരു ടെസ്റ്റ് പാസ്സാകേണ്ടതുണ്ട്. ഏത് ഗ്രാജുവേറ്റ്സിനും ആക്ച്വറി ആകാം. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും, മാത്തമെറ്റിക്കൽ കപ്പാസിറ്റി വേണം, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി വേണം, കമ്പ്യൂട്ടർ സയൻസ് എന്തായാലും പഠിച്ചാലേ പറ്റുള്ളൂ, അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസ് പഠിക്കണം, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ എന്തായാലും ഡേറ്റ സയൻസും മെഷീൻ ലേണിംഗ് ഒക്കെ അതിൽ വരും. ഫോർകാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. കമ്പനിയുടെ നഷ്ടവും കമ്പനിയുടെ ലാഭവും എല്ലാം തന്നെ വിലയിരുത്താനുള്ള ഒരു കപ്പാസിറ്റി ഓഫ് മൈൻഡ് സെറ്റ് അവർക്കുണ്ടാവണം, നോളജ് ഉണ്ടാവണം, പിന്നെ പ്രൊഫഷൻസ് ഓഫ് ലാംഗ്വേജ് ഉണ്ടാവണം. ഈ സോഫ്റ്റ് സ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ സാധാരണ ബിടെക്കാർക്കും അതുപോലെ തന്നെ BSc മാത്തമാറ്റിക്സുകാർക്ക്, BSc സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക്, അതുപോലെ തന്നെ MScക്കാർക്കും തീർച്ചയായിട്ടും ഒരു ആക്ച്വറി ആകാം. വ്യത്യസ്തമായ ഒരു രംഗമാണ് ഡിസൈൻ. ഡിസൈനിൽ 25ഓളം വ്യത്യസ്തമായ കോഴ്സുകൾ തന്നെ ഇന്ത്യ രാജ്യത്തുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന വിഭാഗം നമ്മൾ അന്വേഷിച്ച് പോകുമ്പം പ്രോഡക്റ്റ് ഡിസൈനേഴ്സിനാണ് ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്നത്. ഇത് അവരവരുടെ വ്യക്തിഗത കഴിവുകൾ കൂടിയാണ്. എന്തായാലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ തീർച്ചയായിട്ടും വേണം. അല്ലെങ്കിൽ നിങ്ങൾ IIT നടത്തുന്ന വളരെ ചുരുക്കം ചില IITകളാണ് നടത്തുന്നത്. ഗുവാഹട്ടി IIT, മുംബൈ IIT പോലത്തെ വളരെ ചുരുക്കം ചില IITകൾ നടത്തുന്ന മാസ്റ്റർ ഓഫ് ഡിസൈൻ കോഴ്സുകൾ കഴിയണം. പ്രോഡക്റ്റ് ഡിസൈനിൽ നിങ്ങൾ നിങ്ങളുടേതായ കഴിവുകൾ, നിങ്ങളുടേതായ അപ്സ്കില്ലിങ്ങൾ, നിങ്ങളുടേതായ പിന്നെ ഡിസൈൻ കോഴ്സുകൾ, UX ആൻഡ് UI ഡിസൈൻ മാത്രമല്ല, തനതായ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനം ചെലുത്തും. നിങ്ങളുടേതായ പിന്നീട് വ്യത്യസ്തമായ വ്യതിരിക്തമായ ഡിസൈൻ കൺസെപ്റ്റ് വിലയ്ക്ക് വാങ്ങുന്ന ധാരാളം കമ്പനികൾ, ചൈനയിൽ പോലും നമ്മുടെ കുട്ടികൾ NID നിന്നും IIT നിന്നൊക്കെ പഠിച്ചിറങ്ങിയ കുട്ടികൾ ചൈനയിൽ പോലും ജോലി ചെയ്യുന്നുണ്ട്. ചൈനയിലെ പ്രോഡക്ട്സുകളില്ലാത്ത രാജ്യങ്ങൾ ഇന്ന് കുറവാണ്. ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ലക്ഷങ്ങൾ ശമ്പളമാണ്. പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം ആവശ്യപ്പെടാം ചില കമ്പനികളിൽ, അത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടേതായ വ്യത്യസ്തതയും വ്യതിരിക്തതയും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൊണ്ടാണ്. ഇനി ഏത് ബിരുദധാരിക്കും, ഏത് ഗ്രാജുവേറ്റ്സിനും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും താല്പര്യമുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങാൻ പറ്റുന്ന വേറൊരു മേഖലയാണ് പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്. ഇത് 2 തരം കോഴ്സാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കുറേ വർഷങ്ങളായിട്ട് നടത്തുന്ന കോഴ്സാണ്. ഒന്ന് MBA ഇൻ
പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്, 2 MBA ഇൻ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. അപ്പോൾ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോജിസ്റ്റിക് മാനേജർ പോസ്റ്റ്. പോർട്ട് മാനേജറായിട്ടും പോർട്ട് ആൻഡ് ചില കമ്പനികളിൽ MSc പോലത്തെ കമ്പനികളിൽ ഷിപ്പിംഗ് മാനേജറായിട്ടൊക്കെ നിയമനം കിട്ടുന്ന, പ്ലേസ്മെൻറ്റ് കിട്ടുന്ന കോഴ്സാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. കൽക്കട്ടയിലും മുംബൈയിലും അതുപോലെ തന്നെ ചെന്നൈയിലും നമ്മുടെ കൊച്ചിയിൽ പോലും പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സുണ്ട്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ MBA കോഴ്സിന് പോകാനായിട്ട് ഏത് ബിരുദധാരിക്കും പോകാം. നമുക്ക് ഒരു മെഡിക്കൽ രംഗത്ത് ചില പ്രധാനപ്പെട്ട, എല്ലാം ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്നത് തന്നെയാണ്, നമ്മൾ നോക്കുമ്പോൾ അതിൽ മെഡിക്കൽ സൈക്കാട്രിസ്റ്റ് ഏറ്റവും മികച്ച ശമ്പളം കിട്ടുന്ന, ലക്ഷങ്ങൾ തന്നെ ശമ്പളം കിട്ടുന്ന, മണിക്കൂറുകൾക്ക് പോലും നല്ല വിലയുള്ള ഒരു ജോലിയാണ് സൈക്കാട്രിസ്റ്റിൻ്റേത്. ഇത് സൈക്കോളജിസ്റ്റിൻ്റെ അല്ല, സൈക്കാട്രിസ്റ്റാണ്. MBBS കഴിഞ്ഞിട്ട് പോകുന്ന, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സൈക്കാട്രിസ്റ്റിന് ലക്ഷങ്ങൾ ഗ്ലോബലി സാലറി കിട്ടും. അടുത്ത ഒരു പ്രധാനപ്പെട്ട മേഖലയും മെഡിക്കൽ രംഗമായിട്ടുള്ള ഒരു കരിയറാണ്, ഒരു ജോലി. ഇതാണ് അത് സാധാരണ BDS കഴിഞ്ഞിട്ട്, BDS നാട്ടിൽ ഒരുപാട് സീറ്റുകളുണ്ട്. MDSൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. MDSന് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്, 8-9 സ്പെഷ്യാലിറ്റികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അതിൽ ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ, ഇത് സർജറി ഉൾപ്പെടെയാണ്. ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സ്പെഷ്യാലിറ്റിക്കാർക്ക് വൻ ഡിമാൻഡാണ് ലോകത്തെല്ലാ സ്ഥലത്തും. മികച്ച ശമ്പളം, ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരു BDSകാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ പറഞ്ഞത്. അതേപോലെ തന്നെ ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, ഇതെല്ലാം തന്നെ നല്ല മികച്ച ശമ്പളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യലിന് വൻ ഡിമാൻഡാണെന്നാണ് കാണുന്നത്. ലക്ഷങ്ങൾ തന്നെയാണ് സാലറി. അവസാനമായി പറയേണ്ടത്, നമ്മൾ അതുകൊണ്ടാണ് അത്രമാത്രം പേര് ഈ MBBSനുള്ള ക്രേസ് തന്നെ ഇതിലെ സ്പെഷ്യാലിറ്റിക്ക് ലോകത്ത് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ്. നല്ല ശമ്പളം മാത്രമല്ല, അക്സെപ്റ്റൻസും ലൈഫ് സ്റ്റൈലും എല്ലാം കൂടെ കണ്ടാണ്. ഇതിൽ എമർജൻസി മെഡിസിൻ, അതുപോലെ തന്നെ റേഡിയോളജി, സർജറി, ജനറൽ സർജറി ആകാം, അതുപോലെ തന്നെ ന്യൂറോ സർജൻ, കാർഡിയാക് സർജൻ, ഇതെല്ലാം തന്നെ വൻ ഡിമാൻഡാണെന്ന് മാത്രമല്ല ലക്ഷങ്ങൾ സാലറിയാണ്. മെഡിക്കൽ സ്പെഷ്യാലിറ്റി PG എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ലക്ഷങ്ങൾ സാലറിയാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ മികച്ച സാലറിയും മികച്ച ലൈഫ് സ്റ്റൈലും മികച്ച സേവന സന്നദ്ധതയുള്ളവർക്ക് ഇത് ഒരു നല്ല ഫീൽഡാണ്. തീർച്ചയായിട്ടും ഇതിന് പുറമെ 100-ൽ പരം കോഴ്സുകളും 100-ൽ പരം കരിയേഴ്സും ലോകത്തെല്ലാ സ്ഥലത്തുമുണ്ട്. നമുക്ക് പിന്നീട് ഇപ്പം എല്ലാം പറയാൻ പറ്റത്തില്ല. അതിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് ഒരു കരിയർ ഗൈഡ് എന്നുള്ള നിലയിൽ പറഞ്ഞത്. താങ്ക് യു.